എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. ആടുജീവിതം എന്ന സിനിമ. ആടുജീവിതം എന്ന സിനിമയെപ്പറ്റി വിലയിരുത്താൻ ഞാൻ ഒരുക്കമല്ല, കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് സിനിമയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണ്, അതൊക്കെ എനിക്കറിയുന്നതാണ്. അപ്പോൾ സിനിമയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സിനിമ ഉണ്ടാകാൻ കാരണം നജീബിൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നതും. ഓക്കെ, ഇപ്പം അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലായാലും എവിടെ നോക്കിയാലും ഈ നജീബിനോടുള്ള ഒരുപാട് സഹതാപമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. പക്ഷേ എനിക്ക് യാതൊരു സഹതാപവും ഒന്നും തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം വെറും 2-2.5 വർഷവും മാത്രമാണ് മരുഭൂമിയിൽ കിടന്നിട്ട് അനുഭവിച്ചത്. ഈ 2.5 വർഷമായാലും അതൊരു വലിയ കാലയളവ് തന്നെയാണ്. അനുഭവം വളരെ ബുദ്ധിമുട്ട് തന്നെയായി 2.5 വർഷം എന്ന് പറയുമ്പോൾ അനുഭവിച്ചു. ഓക്കെ, പക്ഷേ ഇതിലും 100 മടങ്ങ് മരുഭൂമി കിടന്നിട്ട് അനുഭവിച്ച വേറെയും എത്രയോ ആൾക്കാരുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് എടുത്തു പറയാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ കുവൈറ്റ് യുദ്ധക്കാലത്ത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് ബിരുദം കഴിഞ്ഞു ബിരുദധാരിയായ ഒരു യുവാവ്, അതും നമ്മുടെ കേരളത്തിൽ തന്നെ ബിരുദം കഴിഞ്ഞു അങ്ങനെ ഗൾഫിലേക്ക് വിസ കിട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ നല്ല കമ്പനിയിലേക്ക്, നല്ല സുഖമുള്ള വിസ, നല്ലൊരു സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിസ എടുക്കുന്നത്. അന്നും അതിൻ്റെ ആ സമയത്ത് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് വിസ എടുക്കുന്നത്. അപ്പോൾ കുവൈറ്റ് യുദ്ധക്കാലം എന്ന് പറയുമ്പോൾ 30 വർഷമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കേരളത്തിൽ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരനാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ പേര് എനിക്ക് ഓർമ്മയില്ല. കുറേ കാലം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയി. ഗൾഫ് വളരെ പ്രതീക്ഷയോടു കൂടിയാണല്ലോ, എന്തായാലും അറിയാലോ. ഇത്രയും ബിരുദമൊക്കെ നേടിയതിന് ശേഷം വീട്ടിലെ അമ്മയെയും അച്ഛനെയും അതുപോലെ ഒരു പെങ്ങൾ, ഇവരെയൊക്കെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ള വളരെയധികം പ്രതീക്ഷയിലാണ് ആ ചെറുപ്പക്കാരൻ വിസ എടുത്തിട്ട് ഗൾഫിലേക്ക് കയറി. നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വളരെയധികം സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തോടു കൂടിയാണ് ഗൾഫിലേക്ക് കയറിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങുമ്പം തന്നെ അവിടെ സ്പോൺസർ ഉണ്ടാവും. അത് ഈ ഏത് വിസയായാലും ഒന്നുകിൽ കമ്പനീൻ്റെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്പോൺസർ ഡയറക്റ്റായിട്ട് വന്നിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിസയിൽ പോകുന്ന ആൾ എന്ന് പറഞ്ഞാൽ സ്പോൺസർ ഡയറക്റ്റായിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെയധികം സ്വപ്നവും ഒരുപാട് സന്തോഷത്തോടു കൂടി പോയൊരു ചെറുപ്പക്കാരനാണ്. അവിടെ പോയി ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്വപ്ന സാഫല്യമായി എന്നുള്ള ആ ഒരു ഇതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് എയർപോർട്ട് എൻ്റെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പം സ്പോൺസർ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയത് എവിടെയാന്ന് പറഞ്ഞാൽ ടൗണും വിട്ടിട്ട് 1000 കിലോമീറ്ററൊക്കെ അകലെയുള്ള മരുഭൂമിയിലേക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഡയറക്റ്റ് എയർപോർട്ടിൽ വളരെയധികം സ്വപ്നത്തോടു കൂടി പോയി ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കൂട്ടിപ്പോകുന്നതാണ് മരുഭൂമിയിലേക്ക്. 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മരുഭൂമി എന്ന് പറയുമ്പോൾ മരുഭൂമി കാട്, ആ കാട്ടിലേക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെയധികം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. പക്ഷേ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ലല്ലോ, ഇദ്ദേഹം എന്താ പറയുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അതും കാടൻ ബതുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കാണ് സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും എല്ലാം കൂടുതൽ ബതുക്കൾക്കാണ്. അവരുടെ കയ്യിൽ എപ്പോഴും തോക്കും ഒക്കെ ഉണ്ടാവും. പിന്നെ അവർ വെടിവെച്ച് കൊന്നാലും ഒന്നും ആരും ചോദിക്കാനും പോകുന്നില്ല, അറിയാനില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ എത്തിയതിന് ശേഷം അവൻ്റെ എല്ലാ പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം അവിടെ തകർന്നടിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരു വഴിയുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ രാത്രിയിൽ എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്വർഗത്തിലെത്തിയ പോലെ ലൈറ്റും എല്ലാം ഉണ്ട്. നമ്മൾ എയർപോർട്ടിലെത്തിയാൽ എല്ലാവർക്കും അറിയാം, സ്വർഗത്തിൽ തന്നെ പോയ പോലെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് സ്പോൺസർ വണ്ടിയിൽ പോയിട്ട് മരുഭൂമിയിലെത്തിയാൽ എന്താണ്, എവിടെയോ ഒരു പ്രകാശം കാണില്ല. ആ സ്ഥലത്ത് പോലും ലൈറ്റോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല.
ഒരു പണ്ടത്തെ എണ്ണ വിളക്ക് പോലത്തെ അങ്ങനെ എന്തെങ്കിലും അല്ലെ മെഴുകി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു പ്രകാശം ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഈ ചെറുപ്പക്കാരെ എത്തിപ്പെട്ടത്. അതുമാത്രമല്ല അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് നമ്മളിപ്പം നാട്ടിൽ നിന്ന് ചോറും കഞ്ഞിയും ഒക്കെ കഴിച്ച് ഇഷ്ടത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ കയറിപ്പോകുന്നത്. അപ്പോൾ അവിടെ കയറിപ്പോയതിന് ശേഷം ഈ മരുഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഉണക്ക കുബൂസാണ്. അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പം വാങ്ങിയിട്ട് ഒരുമിച്ച് കൊണ്ടുവരുന്ന 2 ആഴ്ചത്തേക്കൊക്കെയാണ് ഒരു കുറച്ച് കുബൂസ് 2 ആഴ്ചത്തേക്കൊക്കെ വാങ്ങിയിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്യുക. അതാണെങ്കിൽ മരുഭൂമിയിൽ കിടന്നിട്ട് ഉണങ്ങി ഈ വെയിലത്ത് കൊടും ചൂട്ടത്തും എല്ലാം ഉണങ്ങി ഒരു മിനിറ്റ് ഇത് ഓപ്പൺ ചെയ്ത് 1 മിനിറ്റ് പുറത്ത് വെക്കുമ്പോഴേക്കും മൊത്തം ഉണങ്ങിയിട്ട് നല്ല എന്തുപോലെയാവുന്നറിയാം, പൊട്ടിച്ച് എടുക്കേണ്ട ആ അവസ്ഥയാണ്. അപ്പോൾ അതാണ് ആദ്യം തന്നെ ഈ ചെറുപ്പക്കാരൻ കഴിക്കുന്നത്. ചെറിയൊരു പയ്യനാണ്. അത് കഴിച്ച് പിറ്റേന്ന് എന്താവും എൻ്റെ സ്ഥിതി എന്താവും എന്ന് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. നമുക്കെല്ലാവർക്കും അറിയാം ഗൾഫിലെ ചൂട് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഗൾഫിലെ ചൂടിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഗൾഫ് പോകാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഗൾഫിലെ ചൂട്, അതുപോലെ കൊടും തണുപ്പ്, ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാനും ഗൾഫുകാരനായിരുന്നു, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഗൾഫിലെ ചൂട് എന്ന് പറയുമ്പോൾ ഉച്ചക്കൊക്കെ കക്കൂസിൽ പോയിട്ട് നമ്മൾ ചന്തികേഴ് കണ്ടിക്കില്ല എന്ന് പറഞ്ഞാൽ വെള്ളം തൊടാൻ പറ്റില്ല, പതച്ചിട്ടുണ്ടാവും. അതുപോലെ കുളിക്കാൻ പറ്റില്ല, അത്രയധികം പതച്ചിട്ടുണ്ടാവും. കൈ പോലും മുക്കാൻ പറ്റില്ല, അങ്ങനെ പതച്ചിട്ടുണ്ടാവും പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ബക്കറ്റിൽ പിടിച്ച് വെക്കുകയോ ചെയ്യുക, അല്ലെ ഡ്രം. അങ്ങനെയാണ് കുളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ വെള്ളം പിടിക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ അകത്ത് മരുഭൂമിയിലെ ഈ കൊടും തണുപ്പത്താണെങ്കിൽ വെള്ളത്തിൽ കൈമുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ചൂടത്തും കൈമുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ യുവാവ് വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ ഞാൻ ചുരുക്കി പറയാം, 20 വർഷം ഈ മരുഭൂമിയിൽ കിടന്നിട്ട് ജോലി ചെയ്തിട്ടില്ലേ അടിക്കും അല്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞിട്ട് തോക്ക് കാണിക്കും. അപ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യും. ആരോട് സംസാരിക്കാനില്ല, കിലോമീറ്റർ കണക്കിനായിരിക്കും മറ്റൊരു ആട്ടിടേന് ഉണ്ടാവുക. അപ്പോൾ അവിടെ പോകാനും പറ്റില്ല, അങ്ങനെ ആരോട് സംസാരിക്കാനില്ല, ഭാഷ അറിയില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്തായി എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് പിന്നെ മിണ്ടാട്ടമില്ല, ആരോട് സംസാരിക്കണം. അപ്പോൾ സംസാരിക്കാൻ അറിയില്ല, ഭാഷ അറിയില്ല, സ്വന്തം നാടേതാന്ന് പറയാൻ അറിയില്ല. ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരനെത്തി. മാനസികമായിട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പിന്നെ ഈ നജീബ് എന്ന് പറഞ്ഞാൽ 2 വർഷമാണ് ഇദ്ദേഹം ജോലി ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ 20 വർഷം ജോലി ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ജീവിതം ഇല്ല, ഇനി അങ്ങോട്ട് ഒരിക്കലും നാട് കാണാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നുള്ള ഒരു ചിന്ത പോലും ആ ചെറുപ്പക്കാരനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ചിന്തിക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ പണിയെടുക്കുന്നു. ഇത് തന്നെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ആടിനെ നോക്കലും ആടിൻ്റെ പിന്നാലെ പോക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കോലം നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ കോലം എന്ന് പറയുമ്പോൾ പിന്നീടുണ്ടായത് ടാറ്, നമ്മുടെ ശരീരത്തിൽ മൊത്തം ടാറ് അട്ടി പിടിച്ച മാതിരി. അതായത് കുളിക്കാനുള്ള വെള്ളമില്ല, പിന്നെ ഒരു സൗകര്യമില്ല. എങ്ങനെ ഈ 20 വർഷം ജീവിച്ചു എന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ കുവൈറ്റ് യുദ്ധകാലത്ത് യുദ്ധവിമാനം താഴ്ന്നു പറക്കുമ്പോൾ ഒരു ആൾ രൂപം കണ്ടു. അങ്ങനെ താഴ്ന്നു പറന്ന് കൂടുതൽ നിരീക്ഷിക്കുന്ന സമയത്ത് എന്തായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ സ്പോൺസറും വന്ന്, അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ താണ് പറക്കുന്നത് കണ്ടിട്ട് അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ നേരെ എംബസിയിൽ തന്നെയാണ് തോന്നുന്നത്, എംബസിയിൽ വിവരം അറിയിച്ചു. അങ്ങനെ എംബസിക്കാരും അവിടെയുള്ള പിന്നെ ഗവൺമെൻറ്റും കൂടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് തെരഞ്ഞ് പോയി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നതാണ്, ഇവന് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്ത് സംസാരിക്കണം, വായിന്ന് സംസാരമില്ല, പിന്നെ എവിടെയാ നാട്, എൻ്റെ പേരെന്താണ്, ഒന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥ. ഈ 20 കൊല്ലം ഒന്ന് ചിന്തിച്ചു നോക്കണം, 20 കൊല്ലം എങ്ങനെ ഇവൻ ജീവിച്ച്.
ആ ഒരു അവസ്ഥ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ 2 വർഷക്കാലം മാത്രം ജോലി ചെയ്ത്, ഈ 2 വർഷം ഭയങ്കര കഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും മരുഭൂമിയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഈ 2 വർഷക്കാലം ജോലി ചെയ്ത് ഇദ്ദേഹമാണോ ആടുജീവിതം നയിച്ച യഥാർത്ഥ ആള്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരനാണ്? ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ പോലത്തെ കുറേ ആൾക്കാർ വേറെയും ജീവിക്കുന്നുണ്ട്, അത് നമ്മളെ ഇന്ത്യയിലുള്ള ആൾ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. കുറേ കാലം ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ ആ രൂപം ഇപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്ക് ചാക്കിനെ കൊണ്ട് ഡ്രസ്സ് ഇട്ടത്. ചാക്ക് എത്ര കാലം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും? ചാക്ക് പോലത്തെ ഒരു പിന്നെ ബ്ലാങ്കറ്റ് മൊത്തം പുതച്ചിട്ട് ചാക്കായി മാറിയ ഒരവസ്ഥ. കുളിയില്ല, നനയില്ല, ഒന്നുമില്ല, തലയും മുഷിഞ്ഞ് രൂപവും മാറി. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവനെ കണ്ടുകിട്ടുന്നത്. ഇവനെ കണ്ടുകിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് ഓർമ്മയില്ല നാട്ടിലെത്തിച്ചോ ഇല്ലയോ എന്ന് ഓർമ്മയില്ല. പക്ഷേങ്കിൽ അതിന് മുന്നേ എന്താന്ന് പറഞ്ഞാൽ ഇവൻ്റെ നാട്ടിലുള്ള അമ്മയും അതുപോലെ അച്ഛനും മരണപ്പെട്ടതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. കാരണം മോൻ പോയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി പഠിപ്പിച്ച് ബിരുദധാരിയാക്കി ആ മകനെ വളരെയധികം സ്വപ്നത്തോടു കൂടി സ്വപ്നം കണ്ടിട്ട് അച്ഛനും അമ്മയാണ് ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്നത്. ഗൾഫിലേക്ക് പോയാൽ നമ്മളെ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ള നിലയിൽ ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ മകൻ്റെ ഒരു വിവരം കാലങ്ങളായിട്ട് ഇല്ലാതായപ്പോൾ ഉരുകിയിട്ട് ആ അമ്മയും അച്ഛനും മരണപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതാണ് യഥാർത്ഥ ആടുജീവിതം നയിച്ച ആള്? നജീബാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരനാണോ, അല്ലെ ഇതേപോലെയുള്ള ചെറുപ്പക്കാരാണോ? അവിടെ ഒത്തിരി പേര് ആടുജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കണ്ണിലും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ മരുഭൂമി കാണാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായത് സൗദി അറേബ്യയിലാണ്, അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് സാൽവയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവും പിന്നെ വളരെ ദൂരത്ത് കുറേ ആട്ടും പറ്റങ്ങളും അതുപോലെ ഒരു രൂപം ഇങ്ങനെ കാണും, ചലിക്കുന്ന കാണാം. അപ്പോൾ അത്രയധികം അടുത്തൊരാളെ കണ്ടുമുട്ടണ്ടിക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി പോകുമ്പോൾ ഇവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ ഒരാളോട് സംസാരിക്കാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥ നോക്കിക്കേ. എന്താണ് ആ അവസ്ഥ? നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആടുജീവിതം സിനിമ വൻ വിജയമായി മാറട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു ചെറുപ്പക്കാരെ, എൻ്റെ ഈ കഥ പറച്ചിൽ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, ശരി. പക്ഷേ 20 വർഷം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 20 വർഷം നമ്മൾ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി, ആരെയും കാണാനില്ല. വരുന്നതാണെങ്കിൽ വല്ലപ്പോഴും സ്പോൺസർ വരും, ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ആഴ്ചക്ക് വരുന്ന ആളുണ്ടാവാം. ഈ ആഴ്ചക്ക് വരുമ്പോഴും കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഉണക്ക കുബൂസ് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ആട്ടിന് ഈ ബേക്കറികളിലെല്ലാം പോയിട്ട് കളക്ട് ചെയ്ത കുബൂസായിരിക്കും കൊണ്ടുവരിക. കുബൂസ് കേക്കിൻ്റെ ഒക്കെ പീസായിരിക്കും കൊണ്ടുവരിക. ആ സാധനമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഈ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കേണ്ട അവസ്ഥ. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നാണ് അറിവ്. പിന്നെ അവിടെ ഒരു ചായ കുടിക്കണ്ടിക്കിൽ, ചായ വല്ലപ്പോഴും കട്ടൻ ചായ എല്ലാം ആക്കിയെന്ന് വെക്കാം, എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തു എന്ന് വെക്കാം. ആ ഒരു കട്ടൻ ചായ കുടിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രീൻ പീസും അതുപോലെ ഫുഡ് ഐറ്റം ഉണ്ടാവുമല്ലോ, ആ ഫുഡ് ഐറ്റം കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ചതിൻ്റെ കപ്പ് ഈ ടിന്നിലൊക്കെയാണ് കട്ടൻ ചായ ഒക്കെ കുടിക്കുക. അപ്പോൾ അത് തന്നെ ഈ കട്ടൻ ചായ ഉണ്ടാക്കാൻ തന്നെ ചിലപ്പോൾ ഗ്യാസൊന്നും കൊണ്ട് കൊടുക്കില്ല. അതുപോലെ മറ്റ് സാധനങ്ങളൊന്നും കൊണ്ട് കൊടുക്കില്ല, അരി മറ്റുള്ള ഐറ്റമൊന്നും കൊണ്ട് കൊടുക്കില്ല. ചിലർ നല്ല അറബികളുമുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടാണ്. ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാലൊന്ന് പിടിക്കണമായിരുന്നു. അത്രയും ഒരാഗ്രഹമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ ഈ ആടുജീവിതവും ഈ നജീബിനെയും നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി എല്ലാവരും വൈറലാക്കിയിട്ടും അതുപോലെ കാണുന്നിടത്തൊക്കെ എല്ലാ ചാനലിലും നജീബ്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകട്ടെ, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകട്ടെ. പക്ഷേങ്കിൽ യഥാർത്ഥ ഒരു ആടുജീവിതം നയിച്ച ഒരു വ്യക്തി ഇവിടെയുണ്ട്, നമ്മുടെ കേരളത്തിൽ എവിടെയോ ഇപ്പം ജീവിച്ചിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ഞാൻ പറയുന്നത് 1990 ആ കാലഘട്ടത്തിലാണ്. കുവൈറ്റ് യുദ്ധം നടക്കുന്ന ആ സമയത്താണ് ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ട്
സെർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതും. എന്നിട്ട് തന്നെ ഈ വധുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കൂല, അപ്പം തന്നെ ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് മാത്രമല്ല, ഇപ്പം ഒരാട് ഒത്തിരി ആടുണ്ടാവും, 1000 2000 ഒത്തിരി ആടുണ്ടാവും. അതിലൊരാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ എത്രമാത്രം അടിയൊക്കെ വാങ്ങിക്കെട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് മരുഭൂമിയിൽ തള്ളിയാൽ ആരും അറിയില്ല, അവിടെ ഒരു സ്മെല്ല് പോലും വരില്ല, ഈ ബോഡി ചീഞ്ഞ് എളിയയില്ല, എല്ലാം ഉണങ്ങിയിട്ട് നല്ല എന്താ പറയേണ്ടത്, ഉണങ്ങി ഒന്നുമെല്ലാം ഉണ്ടാവുക ചെയ്യുക. അങ്ങനത്തെ എല്ലാം സ്ഥലമാണ് ഈ മരുഭൂമി. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയുണ്ട് ഈ ആടുജീവിതത്തിൽ നജീബിൻ്റെ ഒരു കഥ ഇങ്ങനെ വരുമ്പം. വീണ്ടും ഞാൻ പറയുന്നത്, അദ്ദേഹം അനുഭവിച്ച് തീർച്ചയായിട്ടും അത് ഭയങ്കര അനുഭവം തന്നെയായിരിക്കും. ഓരോ വ്യക്തികളും അനുഭവിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ സിനിമ കണ്ട് നജീബിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഈ അന്നത്തെ കാലത്തെ ആ പേപ്പറിലൊക്കെ ഈ യുവാവിൻ്റെ ഫോട്ടോ, അതായത് ആടുജീവിതം നയിക്കുന്ന താറ് പോലത്തെ, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, താറ് പോലത്തെ രൂപവും അതുപോലെ തന്നെ അതിൻ്റെ സുന്ദരമായ പഴയ ഫോട്ടോവും ആ പേപ്പറിലുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ ഒരു ന്യൂസ് വായിച്ചിട്ടോ അറിവോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഇനി ഒരു മനുഷ്യനും ആവാതിരിക്കട്ടെ. ഒരാളും ഒരുപാട് സ്വപ്നം കണ്ടിട്ട് ഗൾഫ് മേഖലയിൽ എത്തുമ്പോഴേക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. അതുമാത്രമല്ല, എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യം ഗൾഫ് പോയിട്ട് എൻ്റെ ഒരു ബ്രദറിനെ കൊണ്ടുവന്നത് നേരെ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ബ്രദറിനെ കൊണ്ടുപോയത് ഇതേപോലെയുള്ളൊരു സ്ഥലത്തേക്കാണ്. പിന്നെ നല്ല വിസ, സ്വിമ്മിംഗ് പൂള്, ആ പിന്നെ തോട്ടത്തിലെ വിസയാണ്, അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വിസ എടുത്തത്. അത് കൊല്ലക്കാരൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നേരെ എയർപോർട്ടിൽ നിന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയോ അവൻ അന്ന് തന്നെ, പുതിയ 21 വയസ്സേ ഉള്ളൂ, അന്ന് തന്നെ എങ്ങനെയോ അവിടുന്ന് പുറത്തേക്ക് ചാടി. അവന് റോഡ് എവിടെയാണ്, ഏത് ഭാഗത്താണ് പോകേണ്ടത് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഭാഗ്യത്തിനകത്ത് റോഡിന് ഏകദേശം അടുത്തൊരു മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ റോഡിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു വണ്ടി കണ്ട്. അപ്പോൾ ഈ ഒഫൂഫ് എന്ന് പറയാൻ അറിയാം അവന്. നമ്മളൊക്കെ ഒഫൂഫിലായതുകൊണ്ട് ഒഫൂഫ് എന്ന് പറഞ്ഞപ്പോൾ ഒഫൂഫിലേക്ക് കൊണ്ട് ഇറക്കി. അവിടുന്ന് ഏതെല്ലോ ഭാഗത്ത് നടന്നു പോയി, കുറേ അലഞ്ഞ്. അതിനുശേഷം എൻ്റെ ഒരു കസിൻ ബ്രദർ വർക്ക് ചെയ്യുന്നൊരു കടയിൽ അവിചാരിതമായിട്ടെത്തി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയെന്നേ പറയണ്ടു. അങ്ങനെ അവൻ അവിടെ നിർത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ജോലിക്ക് അന്വേഷിക്കാൻ തുടങ്ങി. ആ സ്പോൺസറെ കീഴിൽ നിന്ന് ശരിക്കും ചാടി വന്നെന്ന് പറയാം, ചാട്ടക്കാർ എന്ന് പറയാം. അങ്ങനെ ഇവൻ വേറെ ജോലി അന്വേഷിച്ച് അങ്ങനെ ഒരു തോട്ടത്തിൽ തന്നെ ജോലി കിട്ടി തുച്ഛമായ ശമ്പളം. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ തീയാന്നുണ്ടായത്. ഞാനാണ് അവിടെ കൊണ്ടുപോയത്. അതിനുശേഷം 3.5 വർഷം വരെ ഇവൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്തു. തോട്ടത്തിൽ 21 വയസ്സേ ഉള്ള ചെറിയൊരു പയ്യൻ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. തോട്ടത്തിൽ ജോലി ചെയ്ത ഈ 3.5 വർഷവും അവൻ തിരിച്ച് നാട്ടിലെത്തുന്നവരെ എനിക്ക് ഉറക്കില്ല. എൻ്റെ ചങ്കിനകത്ത് മൊത്തം തീ എന്ന് തന്നെ പറയും. എൻ്റെ മകനെപ്പോലെ ഞാൻ വളർത്തി അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവനവിടെ ഭക്ഷണമുണ്ടോ ഇല്ലയോ, എങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. പിന്നെ തോട്ടം എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുള്ള തോട്ടത്തിലേക്കാണ് അവനെ ജോലിക്ക് ആക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ ദിവസവും പോയി വരാനൊന്നും പറ്റില്ല. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഔട്ട് പാസ് ഉണ്ട്, അതായത് ചാട്ടക്കാർക്ക് നാട്ടിലേക്ക് കയറിപ്പോകാനുള്ള ഒരു പാസ്. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവൻ നാട്ടിലെത്തിയതിന് ശേഷമാണ് ശരിക്ക് എനിക്കൊരു ശ്വാസം നേരെ വീണത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അത്ര ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി. 20 വർഷം ഈ കൊടും ചൂട്ടത്തും കൊടും തണുപ്പത്തും എങ്ങനെ കഴിഞ്ഞു, എങ്ങനെ അവൻ ജീവനോടെ ഇത്രയും കാലം ഉണ്ടായി. അവന് സംസാരശേഷി ഇല്ലാണ്ടായി, ആരെയും ഓർമ്മയില്ല, ഞാൻ എവിടുത്തുകാരനാണ്, എൻ്റെ പേരെന്താണ് എന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ഈ ഒരു ആടുജീവിതം
എന്ന ജീവിതം നയിച്ചത് കൊണ്ടാണ്. എന്തായാലും ഇനിയൊരാൾക്കും ഇങ്ങനത്തെ ഒരു ജീവിതം വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ ആടുജീവിതത്തിന് എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും നേരുന്നു. ആടുജീവിതം എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയൊരു ഈ തൃശ്ശൂർക്കാരൻ പയ്യനായിട്ട് മാറാൻ ഒരാളും ഉണ്ടാവരുതേ ദൈവമേ. 20 വർഷം അവിടെ ജോലി ചെയ്ത് ഇപ്പം 30 വർഷമായി. അത് കഴിഞ്ഞിട്ട് 30 വർഷത്തിലധികമായി. അപ്പോൾ ആള് ഉണ്ടെങ്കിൽ ഏകദേശം 70 വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനിയും ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.